അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ കണ്ടിരുന്നു. ഇന്നലത്തെ എപ്പിസോഡിൽ അലീനയും രേവതിയും കൂടി തമ്മിൽ അവരുടെ ഒരു സംഭാഷണമായിരുന്നു. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അലീനയുടെ ഓരോ വിശേഷങ്ങളും അച്ഛനെ കണ്ട കഥകളൊക്കെ നമ്മുടെ രേവതിയോട് പറയുമ്പോൾ ഭയങ്കര അത്ഭുതത്തോടെ ഭയങ്കര ഞെട്ടലോടെ അതൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുന്ന രേവതിനെയാണ് കാണിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, ഈ പറഞ്ഞ സ്റ്റാൻലി ജോസഫിന് മക്കളും ഭാര്യയൊക്കെ ഇല്ലേ, അവരൊക്കെ ഈ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അലീന വന്നതിൻ്റെ കാര്യം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു അവിഹിതത്തിൻ്റെ കാര്യമൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു കുടുംബകലഹം ഉണ്ടാവില്ലേ എന്ന് പുള്ളിക്കാരത്തി ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ അലീന പറയുന്നത്, അറിയില്ല, എന്താണെന്ന് എനിക്കറിയില്ല, എനിക്കൊന്നും അറിയില്ല, ഒരു രാവും പകലും ഞാനിവിടെ വന്നതിന് ശേഷം കഴിഞ്ഞു, അതല്ലാതെ എനിക്ക് വേറെ ഒന്നും അറിയില്ല എന്നും പറഞ്ഞിട്ട് വളരെ നിസ്സഹായമായി നിൽക്കുന്ന അലീനേനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം പുള്ളിക്കാരത്തി ഇങ്ങനെ കോള് കട്ട് ചെയ്തോട്ടെ എന്ന് ചോദിച്ചിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ രേവതി പറഞ്ഞാൽ എന്നാൽ ശരി ചേച്ചി വെച്ചോ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. ഫോൺ കട്ട് ചെയ്തതിന് ശേഷമുള്ള നെക്സ്റ്റ് സീനിൽ കാണിക്കുന്ന ഭയങ്കര ആവേശമായിട്ട് മാമനച്ഛനങ്ങളുടെയൊക്കെ അടുത്തേക്ക് ഓടി വരികയാണ് നമ്മുടെ രേവതി. പുള്ളിക്കാരത്തേക്ക് ഇതൊക്കെ അങ്ങോട്ട് പറഞ്ഞുകൊള്ളാന്ന് വയ്യ എന്നുള്ള രീതിയിൽ ഓടി ഇങ്ങോട്ട് വരികയാണ്. എന്നിട്ട് വന്ന് പറയണ്ട, അലീന ചേച്ചി വിളിച്ചു കിട്ടോ എന്ന് പറഞ്ഞപ്പം അലീന ചേച്ചി അവൻ പാലേന്നാണോടി വിളിച്ചെന്ന് വെക്കുമ്പോൾ അല്ല കുളത്തൂപ്പുഴയെന്ന്. അപ്പോൾ കുളത്തൂപ്പുഴയോ, അതെന്നാ കുളത്തൂപ്പുഴ എന്നാ അവിടെ ആരാ ഉള്ളത് അവൾക്ക് എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഒരു കഥയാണ്. അപ്പോഴത്തേനും പുള്ളി മാമച്ചനെങ്കിൽ എന്നാൽ ഒരു കഥ കേറിട്ടേക്കാളോ എന്നും പറഞ്ഞിട്ട് പുള്ളിക്കാരുടെ ഇങ്ങനെ പുള്ളിക്കാരുടെ ഒരു കോമഡിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ പുള്ളി ഇങ്ങനെ കഥ കേൾക്കാൻ ഒരു കഥാപ്രസംഗം കേട്ടിട്ട് കുറച്ച് നാളായി, നീ പറ. അപ്പോഴത്തേന് പുള്ളിക്കാരത്തി പറയുന്നുണ്ട്, കഥാപ്രസംഗത്തിന് പാട്ടൊക്കെ ഇല്ലയോ, ഇതിനകത്ത് പാട്ടൊന്നുമില്ല, നീ എന്നതായാലും പറ വേണ്ടേന്നും പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി കഥ പറയാം. ആൾ ഫുൾ മൂഡിലൊരു കഥ നറേറ്റ് ചെയ്യുന്ന പോലെയാണ് പുള്ളിക്കാരത്തി ഇത് പറയുന്നത്. ഒരിടത്ത് സ്റ്റാൻലി ജോസഫ് എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. പുള്ളി ഒരു പട്ടാളക്കാരനായിരുന്നു. ആ പട്ടാളക്കാരന് ആഗ്രയിൽ ജോലി ഉണ്ടായിരുന്ന സമയത്ത് അവിടെ ഒരു മലയാളി പെൺകുട്ടിയെ കണ്ടുമുട്ടി അവളെ സ്നേഹിച്ചു. അപ്പം മാമച്ചൻ ചോദിക്കുന്നുണ്ട്, അല്ല ഈ പട്ടാളക്കാർക്ക് പ്രേമിക്കാനൊക്കെ എവിടെ നിന്നാണ് ടൈം? അപ്പോഴത്തേനും ഇവള് പറയുന്നുണ്ട്, ഈ പട്ടാളക്കാരൻ ഇല്ലാത്ത സമയം ഉണ്ടാക്കി കണ്ടുപിടിച്ചാൽ സ്ട്രോങ് ആയിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ഈ ഗ്രേസം പറയണം, ബാക്കി പറ. അന്നേരം ഉടനെ പുള്ളിക്കാരത്തി പറയാം, അവിടെ രേവതി പറയാണ്, ഇവരിങ്ങനെ സ്നേഹിച്ചിരുന്നു, പക്ഷേ എന്തുകൊണ്ടോ കല്യാണം കഴിക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഈ പുള്ളിക്കാരത്തി നമ്മുടെ ഗ്രേസമ്മ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് പറ്റിയില്ല? അപ്പോൾ അവൾ പറഞ്ഞു, അതൊന്നും അറിയില്ല, എന്തോ കാരണം കൊണ്ട് എന്തായാലും കല്യാണം കഴിക്കാൻ പറ്റിയില്ല എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കിനും നമ്മുടെ ഗ്രേസമ്മ പറയുകയാണ്, ആ പട്ടാളക്കാരനെ സ്നേഹിച്ച പെണ്ണിൻ്റെ പേരാണ് വൈജയന്തി അല്ലേടി എന്നിങ്ങനെ പുള്ളിക്കാരത്തെ ചോദിക്കുമ്പോൾ നമ്മുടെ രേവതി പറയണം, ആൻറ്റിയുടെ ഉത്തരം കറക്റ്റ്. അപ്പോൾ ആ ഉത്തരം കറക്റ്റ് പറഞ്ഞിട്ട് ആൻറ്റിക്ക് 10 പോയിന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി പറയണം. പിന്നെ വൈജയന്തി മാലയുടെ പുള്ളിക്കാരത്തി എപ്പോഴും അങ്ങനെയാണല്ലോ രേവതി വിളിക്കണത്. വൈജയന്തി മാലേൻ്റെ കഥയൊന്നും ഞാൻ പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞു തരണ്ടല്ലോ. പിന്നെ ബാക്കി സ്റ്റോറിയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അവരൊരു കുഞ്ഞിനെ പ്രസവിച്ചെന്നും അത് അലീന എന്ന പേരിൽ ഓർഫനേജിൽ വളർന്നെന്നും അവർ പിന്നെ ഒരു സമയത്ത് ഈ വൈജയന്തിനെ കാണാൻ പോയെന്നും ആ കുട്ടി അതിനുശേഷം അവിടെ ഇല്ലാത്ത കോലാഹലങ്ങളൊക്കെ ഉണ്ടായെന്നും ഒക്കെ പറഞ്ഞു. അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ എന്ന് പറയുമ്പോഴത്തേനും മാമച്ചൻ പറഞ്ഞു, ആ കഥയൊക്കെ ഞങ്ങൾക്ക് ബൈഹാർട്ടാണ് മോളെ. അപ്പോഴത്തേനും മാമച്ചൻ പറയണം, നീ ബാക്കിയുള്ളതോടെ പറ മോളെ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കിന് പെട്ടെന്ന് നമുക്കൊരു കോള് വരികയാണ്. അപ്പം കോള് നോക്കുമ്പോൾ അത് അലീനയാണ്. അപ്പോൾ ഉടനെ രേവതി പറയുന്നുണ്ട്, ദേ പിന്നെ അലീന ചേച്ചി കേട്ടോ. അപ്പോൾ അലീനയായിരുന്നു. അപ്പോൾ അലീന ഇങ്ങനെ കോൾ എടുത്തിട്ട് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മോളെ നീ ഒരിക്കലും സ്റ്റാൻലി ജോസഫ് എന്നുള്ള പേര് പറയരുത്, ഞാൻ കുളത്തൂപ്പുഴയിലാണെന്നും ഈ കാര്യം പറയല്ലെന്ന് പറഞ്ഞു. അപ്പം അവൾ ചോദിച്ചു, എന്തേ അങ്ങനെ പറഞ്ഞാൽ? അപ്പോൾ അതേസമയം ഇവർ രണ്ടുപേരും ഇവളി പറയുന്നത് കേട്ടിട്ട് നമ്മുടെ മാമച്ചനും ഗ്രേസമ്മ ഇങ്ങനെ ഞെട്ടുന്നുണ്ട്, എന്തേ ഇവർ പറയണേന്നുള്ള രീതിയിൽ. അപ്പം നമ്മുടെ അലീന പറയുന്നു, അങ്ങനെ ഒരിക്കലും നീ പറയല്ലേ എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ രേവതി ചോദിക്കുകയാണ്, എന്നാ കാര്യം എന്നാന്ന് ചോദിക്കുമ്പം പുള്ളിക്കാരത്തി പറയണം, അതായത് സ്റ്റാൻലി ജോസഫ് എന്നുള്ള പേര് കേട്ടാൽ തിരിച്ചറിയുന്ന പല ആൾക്കാരും കടപ്പാട്ടൂരും കൊല്ലപ്പള്ളിയിലും ഉണ്ട്. അപ്പം അതുകൊണ്ട് അവരുടെ അടുത്തേക്ക് വെറുതെ എത്തി വെറുതെ ഇഷ്യൂസ് ഉണ്ടാക്കണ്ട, അതുകൊണ്ട് നീ ആ ഒരു കാര്യത്തിൽ ഇതായിട്ട് കുറച്ച് ശ്രദ്ധിക്കണം കേട്ടോ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, അയ്യോ ഞാനിത് ഇവിടെ മാമച്ചനങ്ങളോടൊക്കെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴത്തെ അലീന പറഞ്ഞു, അത് പ്രശ്നമില്ല, അതിപ്പോൾ ഇവർക്കറിയില്ല, അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ വേറെ ആരോടും നീ പറയരുത്, പറയുമ്പം ശ്രദ്ധിക്കണം എന്ന് അലീന ഇങ്ങനെ എടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ രേവതി പറഞ്ഞു, അത് ഞാൻ ശ്രദ്ധിച്ചോളാം. അപ്പോഴത്തേക്കിനും ഇങ്ങനെ ഗ്രേസമ്മ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കിനും നമ്മുടെ രേവതി പറഞ്ഞു, ദേ ആൻറ്റി ഇവിടെ എടുത്തിട്ടുണ്ട്, ഞാൻ എന്നാൽ ഫോൺ കൊടുക്കട്ടെ. അപ്പം പുള്ളിക്കാരത്തി ഭയങ്കര ഇഷ്ടത്തോടെ ഭയങ്കര ആകാംക്ഷയോടെ ഭയങ്കര സന്തോഷത്തോടെ ഫോൺ ഇങ്ങനെ വാങ്ങുകയാണ്.
പിന്നെ പുള്ളിക്കാരത്തി ഫോണൊക്കെ വാങ്ങിയിട്ട് ഒരു വിശേഷമൊക്കെ ചോദിക്കലും ഒക്കെ ആയിരുന്നു. ഭയങ്കര സന്തോഷത്തോടെ ഭയങ്കര പ്ലസൻ്റാണ് അവരുടെ ഫേസ് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. ഭയങ്കര നമ്മുടെ സ്വന്തക്കാരെ വിളിക്കുന്ന പോലത്തെ ഭയങ്കര സന്തോഷത്തിൽ നമ്മുടെ ഗ്രേസമ്മേൻ്റെ ഇങ്ങനെ വർത്താനമൊക്കെ പറയുകയാണ്. എന്നാണ്ട് വിശേഷം, നീ പാലയിൽ നിന്ന് പോയായിരുന്നു ഇല്ലേ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോഴത്തേക്കിനും പുള്ളിക്കാരത്തി പറഞ്ഞു, ആ ഞാൻ പോയായിരുന്നു, എനിക്ക് വരുന്ന വഴിക്ക് പോകുന്ന വഴിക്ക് അങ്ങോട്ടേക്ക് കയറണം എന്നുണ്ടായിരുന്നു, പക്ഷേ അച്ഛന് വയ്യാത്തതല്ലയോ, അപ്പോൾ അതുകൊണ്ട് അവിടെ വന്ന് പിന്നെ മറ്റിടത്തോട്ട് പോയി, എല്ലാം കൂടെ ചിലപ്പം പുള്ളിക്കാരൻ ഭയങ്കര ടയേർഡാവും, അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ട് വരാതിരുന്നത് എന്ന് പറഞ്ഞു. അപ്പം ഗ്രേസമ്മേൻ്റെ ഇത് ഓക്കെ എന്നുള്ള രീതി പറഞ്ഞു. എന്നിട്ട് പിന്നെ ചോദിച്ചു, മാമച്ചൻ ഞങ്ങൾ എന്ത് പറയുന്നു, പുള്ളിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ഓക്കെ ആയിട്ടിരിക്കുന്നല്ലോ എന്നൊക്കെ അന്വേഷിക്കുകയാണ് ലീന. അപ്പോൾ ഗ്രേസമ്മ പറയുകയാണ്, എന്താ മാമച്ചൻ എപ്പോഴും ഇങ്ങനെ ഓരോ അസുഖങ്ങളല്ലേ, ഹോസ്പിറ്റല് വീട് അങ്ങനെ മാറി മാറി നിൽക്കുന്നൂന്നേ. ഇവിടെ അലീന ഇങ്ങനെ പറയുകയാണ്, ഒരു പ്രായം കഴിഞ്ഞാൽ എല്ലാവർക്കും ഇങ്ങനെയൊക്കെ തന്നെയാണ്, വയ്യായ്മയും കാര്യങ്ങളൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ആവുന്ന കാലത്ത് അവരവരുടെ ആരോഗ്യം നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്നവരായിരിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കിനും നമ്മുടെ ഗ്രേസമ്മ ഇങ്ങനെ, അല്ല മോളെ നീ എന്തിനാ കുളത്തൂർ പുഴയ്ക്ക് പോയേക്കുന്നത് അങ്ങനെ ചോദിച്ചപ്പോഴത്തെ നമ്മുടെ അലീന കുറച്ചൊന്ന് ഡെസ്പായി, പുള്ളിക്കാരത്തിൻ്റെ വോയിസൊക്കെ ഒന്ന് കുറഞ്ഞപ്പം അലീന ചോദിക്കുന്നുണ്ട്, മറ്റേ രേവതി കുട്ടിയൊന്നും പറഞ്ഞില്ലായോ എന്നിങ്ങനെ ചോദിക്കുമ്പം രസം പറയുന്നുണ്ട്, അവളിവിടെ ഒരു വലിയ കഥാപ്രസംഗം നടത്തിയിട്ടുണ്ട്. സ്റ്റാൻലി ജോസഫ് എന്ന ഒരാളുടെയും വൈജയന്തി എന്ന് പറയുന്ന ഒരാളുടെ പ്രണയവും അവരുടെ വേർപിരിയലും അവർക്കൊരു കുട്ടി ഉണ്ടാവില്ല, അങ്ങനെ കുറേ കഥ നമ്മുടെ രേവതി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരത്തീനെ ഇങ്ങനെ ആക്കിക്കൊണ്ട് നമ്മുടെ ഗ്രേസമ്മ പറയാണ്. അപ്പോഴത്തേക്കിനും നമ്മുടെ അലീന പറയാണ്, ആ സ്റ്റാൻലി ജോസഫ്, ആ റിട്ടയേർഡ് കേണൽ സ്റ്റാൻലി ജോസഫിൻ്റെ വീട്ടിലാണ് ഞാനിപ്പം എന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും ഗ്രേസമ്മയൊക്കെ ഭയങ്കരമായിട്ട് ഞെട്ടി. അപ്പോഴത്തേക്കിന് ഗ്രേസമ്മ ചോദിക്കുകയാണ്, എന്ന് വെച്ചാൽ മോളെ നിൻ്റെ എന്നൊരു പോസ് ഇട്ടപ്പോഴത്തേക്കിന് നമ്മുടെ അലീന കയറി പറയുകയാണ്, എൻ്റെ പപ്പായുടെ വീട്ടിലാണ് എന്ന് പറയുമ്പോഴത്തേക്കിനും ഗ്രേസമ്മയും ഞെട്ടി ആകെ ഇങ്ങനെ പകച്ചു നിൽക്കുകയാണ്. അപ്പോഴേക്കും അലീന ചോദിക്കുകയാണ്, ആൻറ്റി ഞെട്ടിയോ? അപ്പോഴത്തേക്കിനും പുള്ളിക്കാരത്തിയും പറഞ്ഞു, ആ ഞെട്ടി, എങ്ങനെ മോളെ ഇതെങ്ങനെ സംഭവിച്ചു എന്നിങ്ങനെ പുള്ളിക്കാരത്തി ചോദിക്കുകയാണ്. അപ്പോൾ അലീന പറയണേ, എൻ്റെ അച്ഛൻ തേടി അലഞ്ഞ് നടന്ന് കണ്ടുപിടിച്ച് എന്നെ ഏൽപ്പിച്ചു കൊടുത്തതാണ് അവിടെ എന്ന് പറയുന്നു. അപ്പോഴേക്കും ഗ്രേസമ്മ പറയുകയാണ്, അതൊരു ഭയങ്കര സംഭവമായല്ലോ മോളെ, എനിക്ക് വിശ്വസിക്കാനേ പറ്റണില്ല എന്ന് പറയുമ്പോൾ അലീന പറയണം, ആൻറ്റി ഞാനും വിശ്വസിച്ച് തീർന്നിട്ടില്ല. അപ്പോഴേക്കും അലീന, ആൻറ്റി അങ്കിളിനൊന്ന് ഫോൺ കൊടുക്കാമോ, ഞാൻ വർത്താനം പറയട്ടെ എന്ന് പറഞ്ഞ് ചോദിക്കുകയാണ്. അപ്പോഴത്തേന് ഞാൻ കൊടുക്കാൻ മോളെ എന്ന് പറഞ്ഞിട്ട് ഫോൺ കൈമാറി. അപ്പോഴേക്കും മാമച്ചൻ ഫോൺ വാങ്ങി. അപ്പം അങ്കിളെ എന്നാണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ചിട്ട് പറയാണ്, ഞാനിപ്പോൾ എൻ്റെ പപ്പയുടെ വീട്ടിലാണ്, അന്ന് എനിക്ക് പോയപ്പോൾ ഒന്നും പറയാൻ പറ്റിയില്ല, സോറി കേട്ടോ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കിന് മാമച്ചൻ പറയണേ, അത് സാരമില്ല മോളെ, ഇപ്പോൾ വിളിച്ചല്ലോ, അപ്പോൾ വിളിച്ചപ്പോൾ പറഞ്ഞില്ലേ, അത് മതി, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയണം. അപ്പോഴത്തേനും നമ്മൾ അലീന ചോദിക്കുകയാണ്, അങ്കിള് മിലിറ്ററിയിലൊക്കെ അല്ലായിരുന്നു, അങ്കിളിന് ഈ കേണൽ സ്റ്റാൻലി ജോസഫിനെ അറിയാമോ എന്നിങ്ങനെ, ആ പേര് കേട്ടിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ പുള്ളി ഇങ്ങനെ ആലോചിച്ചിട്ട്, ഞാൻ കേട്ടതുപോലെ തോന്നുന്നുണ്ട് മോളെ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ അലീന എന്ന് പറയുന്നു. അതിനുശേഷം പുള്ളിക്കാരത്തി പറഞ്ഞു, എന്താ ഞാൻ വെച്ചോട്ടെ അങ്കിളെ എന്ന് പറഞ്ഞിട്ട് ഫോണങ്ങ് കട്ട് ചെയ്യുകയാണ്. സ്ഥലത്ത് തന്നെ അവൾ എത്തിയില്ലേ എന്നൊക്കെ ഇങ്ങനെ ഭയങ്കര അതിശയിച്ച് ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ പറയാണ്. എന്നിട്ട് പറയാണ്, ഈ ബാലേന്ദ്രൻ അങ്ങേരൊരു പുലി തന്നെയല്ലേ, അലീനയുടെ പപ്പയെ കഷ്ടപ്പെട്ട് തേടി കണ്ടുപിടിച്ച് അവസാനം ആ പുള്ളിയുടെ കയ്യിൽ തന്നെ ഭദ്രമായിട്ട് അവളെ ഏൽപ്പിച്ചു, സമ്മതിക്കണം എന്നൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഭയങ്കര സന്തോഷത്തോടെ ഗ്രേസമ്മ പറയുകയാണ്. അപ്പോൾ ആ ടൈമിലും പുള്ളിക്കാരത്തെ ഇങ്ങനെ ഭയങ്കര വാചാലമായിട്ട് സംസാരിക്കുമ്പോഴും ഈ മാമ്പച്ചൻ ആക്ച്വലി എന്തോ ഇങ്ങനെ ആലോചിക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ പുള്ളിക്കാരൻ പറയാണ്, അതല്ല മോളെ ഞാൻ ആലോചിക്കുന്നത്, ഞാൻ ഈ ഒരു പേര് എവിടെയോ ഇങ്ങനെ ഓർക്കുന്നുണ്ട്, ഈ സ്റ്റാൻലി ജോസഫ് എവിടെയോ കേട്ട് മറന്ന പോലെ ഫീൽ ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ രേവതി കയറി പറയുകയാണ്, അങ്കിളും പട്ടാളത്തിലൊക്കെ അല്ലായിരുന്നു, അപ്പോൾ വല്ലതും കേട്ടതായിരിക്കും എന്ന്. അപ്പോൾ ഈ പുള്ളി നമ്മുടെ ഗ്രേസമ്മയോട് ചോദിക്കുകയാണ്, നിനക്ക് വല്ല പിടി കിട്ടണുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ പുള്ളിക്കാരത്തെ ഇങ്ങനെ കൊഞ്ചിക്കൊണ്ട് പറയുകയാണ്, എനിക്കാകെ ഒരു പട്ടാളക്കാരനെ മാത്രമേ അറിയുള്ളൂ, അതെൻ്റെ മാമച്ചായനെ എന്നിങ്ങനെ പറയുകയാണ്. പക്ഷേ സ്റ്റിൽ അപ്പോഴും ഈ പറയുന്ന മാമച്ചൻ ഇങ്ങനെ ആ പേരിങ്ങനെ ഇട്ട് റിവൈൻഡ് ചെയ്തിങ്ങനെ ആലോചിക്കുകയാണ്. ഇങ്ങനെ പറയും, റിട്ടയേർഡ് കേണൽ സ്റ്റാൻലി ജോസഫ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ ആലോചിക്കും. അപ്പോൾ ഇവർ രണ്ടുപേരും പുള്ളിനെ തന്നെ നോക്കിയിരിക്കും. അപ്പോൾ ഇല്ലില്ല കിട്ടണില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ രേവതി പറഞ്ഞ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ഇങ്ങനെ പുച്ഛിക്കുകയാണ്. പക്ഷേ സ്റ്റിൽ പുള്ളി എപ്പോഴും ഇങ്ങനെ ആലോചിക്കുകയാണ്. അങ്ങനെ അവരുടെ ആ ഒരു ഇതിൽ ആ ഒരു സീൻ അങ്ങോട്ട് കഴിഞ്ഞു.